ബിഷപ്പ് വനമന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. അതായത് ഗവൺമെന്റ് വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. 3 തരത്തിലാണ് ഇതിനെ അഭിമുഖീകരിക്കാൻ വന്നത്. ആദ്യം ഒരു 100-day പ്രോഗ്രാം തയ്യാറാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാർച്ചിനകം ചെയ്യേണ്ട കാര്യങ്ങൾ തയ്യാറാക്കും. അതുപോലെ ലോങ് ടേം ആയിട്ട് ഒരു 2 വർഷം കൊണ്ട് ചെയ്യേണ്ട എന്താണേലും ഇതിൽ ആദ്യത്തെ ഇത് തന്നെ എവിടെ ആനിമൽ സൈറ്റിംഗ് ഉണ്ടെങ്കിലും ആ നിമിഷം എന്നെ അറിയിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 6:30 മണിക്ക് ഈ സംഭവം ഉണ്ടായി. 7 മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് വിവരം കിട്ടി. ഉദ്യോഗസ്ഥർ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു എന്തുകൊണ്ടാണ് ഇത് ഇറങ്ങുന്നതെന്നുള്ള ഒരു ശാസ്ത്രീയ പഠനവും ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. ഇതിന്റെ മൃഗങ്ങളുടെ എണ്ണപ്പെരുപ്പമാണോ, എണ്ണത്തിന്റെ പെരുപ്പമാണോ, അവിടെ ഭക്ഷ്യത്തിന്റെ ദൗർലഭ്യമാണോ, പോരായ്മയാണോ, കുടിവെള്ളത്തിന്റെ പോരായ്മയാണോ, എന്താണ് ഇതിന് പ്രേരിപ്പിക്കുന്നതെന്നുള്ള ഒരു പഠനവും ഇതുവരെ ഗവൺമെന്റിന്റെ കയ്യിലില്ല. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോട് നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സാണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ വരും ദിവസങ്ങളിൽ ഇപ്പൊ എനിക്ക് എങ്ങനെ വന്നാലും ഒരു 10 ദിവസം കൂടെങ്കിലും വേണം ഇതിനെ കുറിച്ചൊരു തീരുമാനമെടുക്കാൻ അതുവരെ. പക്ഷേ കോമ്പൻസേഷൻ ബ്രോഡായിട്ട് പറഞ്ഞാൽ 3 സ്ട്രാറ്റജി 3 ആയിട്ടാണ്. 1 കണ്ടെയ്ൻമെന്റ്, വനത്തിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യാനുള്ള നടപടി. 2 മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആഘാതം കുറയ്ക്കാൻ, പുറത്തോട്ട് വരുമ്പോൾ ആഘാതം കുറയ്ക്കും. എന്നിട്ടും പുറത്തോട്ട് വരുവാണെങ്കിൽ കോമ്പൻസേഷൻ സമയബന്ധിതമായി കൊടുക്കാൻ ഈ 3 ഇതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാളെ എല്ലാ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഒരു കാര്യം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വകുപ്പ് ജനങ്ങൾക്കെതിരെയുള്ള വകുപ്പല്ല, ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള വകുപ്പല്ല. അതിർത്തിയിൽ താമസിക്കുന്ന മലയോര കർഷകരെ അടക്കം വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി സഹകരണത്തോടുകൂടി നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. തീർച്ചയായിട്ടും നൽകുന്നതിന് അതിനും ചില സാങ്കേതിക വശമുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ഒരു തുക, SDRFൽ നിന്ന് കൊടുക്കുന്ന വേറെ ഒരു തുക, ഇങ്ങനെയൊക്കെ പലതായിട്ട് തരംതിരിച്ചേക്കുവാണ്. അതിനെല്ലാം ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഈ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞില്ലയോ ഇപ്പോഴും 2 ദിവസമായുള്ള ഓഫീസിലോട്ട് കയറിയിട്ട്, എന്നാലും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി 3 ചർച്ചകൾ ഉദ്യോഗസ്ഥരുമായി ഞാൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നാളെ കേരളത്തിലെ എല്ലാ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യുന്നു, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യുന്നു. അവരുടെ അഭിപ്രായം കൂടെ കേട്ടുകൊണ്ട് എന്റെ ആഗ്രഹം ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഗവൺമെന്റിന്റെ ഇതിന്റെ നയം പ്രഖ്യാപിക്കാനാകും എന്നുള്ളതാണ്. അല്ല, അത് വനം വകുപ്പിന്റെ കയ്യിലല്ലത്. ഞാൻ അതും പരിശോധിക്കുകയുണ്ടായി. വനം വകുപ്പിന്റെ കയ്യിലല്ല. അത് ബേസിക്കലി ഒരു തെഫ്റ്റ്, മോഷണത്തിന്റെ വകുപ്പിൽ പെടുന്നതാണ്. അതുകൊണ്ട് അത് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട റവന്യൂ അധികാരികളുമായിട്ട് റവന്യൂ മന്ത്രിയുടെയും ബാക്കി മന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നീക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത്, ഞാൻ മുൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആവശ്യമുള്ള ഒരു ഫോക്കസ് ഈ മേഖലയ്ക്ക് ഉണ്ടായില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇതിനു വേണ്ടി 100 കോടി രൂപ അനുവദിച്ചു, വന്യമൃഗശല്യത്തിന് 100 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പരിശോധിച്ചപ്പോൾ എല്ലാ വർഷവും 300 കോടിയാണ്. അതിൽ നിന്ന് ഒരു 100 കോടി അധികമായി ചെലവാക്കിയില്ല, കൊടുത്തില്ല. അന്നേരം ബാക്കി പ്രഖ്യാപനത്തിൽ 100 കോടിയുണ്ട്. പക്ഷെ ഫലത്തിൽ വരുമ്പോൾ വനത്ത് വകുപ്പിന് കിട്ടിക്കൊണ്ടിരുന്ന 300 കോടി 200 കോടിയായി കുറയുന്നു. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കുറച്ചുകൂടെ പഠിച്ചിട്ട് എനിക്ക് ആധികാരികമായി ചെയ്യുന്നതിനെ കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. ഓഡിറ്റ് ഇത് ഞാൻ തന്നെ കൊടുത്ത നിർദ്ദേശങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി ചിലടത്തൊക്കെ 1-2 സ്ഥലത്ത് AI ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇതിന് പരിഹാരമാകുന്നില്ലല്ലോ. ഒരു ഏരിയ ആയിട്ട് തിരിച്ച് ക്രിട്ടിക്കലായിട്ടുള്ള 200 പഞ്ചായത്തുകളുണ്ട് ഏറ്റവും മൊത്തത്തിൽ. അതിൽ ക്രിട്ടിക്കൽ ഏരിയ എങ്കിലും ഐഡന്റിഫൈ ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞത് 100-day പ്രോഗ്രാം, 1 year പ്രോഗ്രാം എന്നുള്ള നിലയിൽ ആ ഏരിയ ആദ്യം അഡ്രസ് ചെയ്ത് തുടങ്ങണമെന്നാണ് എന്റെ മനസ്സിലുള്ളത്. വരും ദിവസങ്ങളിൽ ബാക്കി പറയാം. യെസ്, വനമന്ത്രി ഷിബു ബേബി ജോൺ ആണ് സംസാരിച്ചത്. ഈ പുതിയ സർക്കാരിന്റെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പുതിയ നയം അത് ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടുകൂടി പുറത്തിറക്കും എന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഫൈസൽ നെടുമ്പാല തുടരുന്നുണ്ട്. ഫൈസൽ,
നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്കുള്ള റോഡിൽ പുത്തുമലയോടടുപ്പിച്ച് ആണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ ആളുകൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന റോഡ്, ആ റോഡിലാണ് ഇപ്പോൾ രാവിലെ അതിദാരുണമായ അപ്രതീക്ഷിതമായൊരു ദുരന്തം ഉണ്ടായത്. ആ മേഖലയിൽ സ്ഥിരമായി ഇങ്ങനെ ആന ഇറങ്ങി നിൽക്കാറുണ്ടോ? ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മേഖല. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ്. ദിവസം 100 കണക്കിന് വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ്. ഇതിനു മുമ്പ് സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഏറ്റവും അധികം ആനകൾ കടന്നു പോകുന്ന, അല്ലെങ്കിൽ പലപ്പോഴായി പ്രധാന റോഡ് മുറിച്ച് കടന്ന് ആനകൾ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലും പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആളുകൾ പോലും തലനാഴെടുത്ത് പോലും ഈ ആനകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ചകൾ എത്രയോ തവണ ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഇത് ഒരു ജനവാസ മേഖലയാണ്. അതായത് ഈ പ്രധാന റോഡിന്റെ ഇരുവശവും 1 കിലോമീറ്ററിലധികം ദൂരം കാടാണ്, വനമേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയവും ആന കടന്നു പോകാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇത്തരത്തിൽ ആക്രമണം, ഈ ഒരു പ്രധാന റോഡിനോട് ചേർന്ന് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ഇത് ആദ്യമായാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇവർ രണ്ടുപേരും ബൈക്കിൽ രാവിലെ ജോലിക്ക് പോകുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് ആന ഇവരുടെ മുമ്പിലേക്ക് വരികയും ഇവരെ ആക്രമിക്കുകയും അതൊരു ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ഇതിൽ നമ്മൾ ഈ ഒരു വന്യമൃഗ ശല്യത്തെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇതിനോടൊക്കെ തന്നെ 10-ലധികം ആളുകൾക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആളുകൾക്ക് ഈ ഒരു പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിലൂടെ, അല്ലെങ്കിൽ ആളുകൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡുകളിലൂടെ പോലും നടന്നു പോകാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ കഴിയാത്ത തരത്തിലേക്ക് ഈ സ്ഥിതിഗതികൾ മാറുന്നു എന്നുള്ളതാണ്. ഈ ഫെൻസിങ്ങിന്റെ കാര്യമൊക്കെ നിരന്തരം പറയുമെങ്കിലും ആ ഒരു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ, അതായത് ആ നഷ്ടപരിഹാരം കൊടുക്കുക, അതുപോലെ കുടുംബത്തിലെ ആശ്രിതർക്ക് ജോലി കൊടുക്കുക എന്ന സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് കുറച്ച് ഫെൻസിങ് ചില ഭാഗങ്ങളിലേക്കൊക്കെ നടപ്പാക്കും, പിന്നീട് അത് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടാകും. പല ഭാഗങ്ങളിലും ഫെൻസിങ് നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നന്നാക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ തന്നെയാണ് ഇപ്പോഴും കടക്കുന്നത് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ മറ്റൊരു കാര്യം. ഇത്തരത്തിലുള്ള ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കുമെന്ന് കൃത്യമായി പറയുകയും ആ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിക്കുന്നു, പിന്നീടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് എല്ലാ കാലത്തും നാട്ടുകാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. അത് മാത്രമല്ല, ഈ ദുരന്തം, ഇന്നത്തെ ഈ അപകടമുണ്ടായ പുത്തുമലയുടെ മറ്റൊരു ഭാഗത്ത് ഈ കശ്മീർ, അതുപോലെ പച്ചക്കാട്, അതിന് മുമ്പ് പുത്തുമല ദുരന്തം ഉണ്ടായിരുന്നു. പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന പച്ചക്കാട്, പുത്തുമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഈ പച്ചക്കാട് ഭാഗത്തൊക്കെ കാട്ടാന ഇറങ്ങുന്നതും ഈ വീടിന്റെ മുറ്റത്തേക്കൊക്കെ ചികിത്സയിൽ ഉൾപ്പെടെ പതിഞ്ഞ ഒരു കാര്യമാണ്. ഈ നിരന്തരം ഈ ആന ഇറങ്ങുന്നത് ഒരു പുതുമയുള്ള ഒരു കാര്യമല്ല, ആന എത്തുന്നത് പുതുമയുള്ള ഒരു കാര്യമല്ല. അപ്പൊ ജനവാസ മേഖലയിലൊക്കെ ആന ജീവൻ നഷ്ടപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇപ്പോഴും കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനിയും ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇതുപോലെ ആളുകൾക്ക് ഓരോ ദിവസവും ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടങ്ങളിലേക്ക് കടക്കും. നമുക്കറിയാം, വയനാട് എന്ന് പറയുന്നത് പല ഭാഗത്തും മലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളാണ്. ഒരു ഭൂരിഭാഗ പ്രദേശവും മലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആന മാത്രമല്ല, പുലിയും കടുവയും ഒക്കെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഗൗരവമായ കാര്യം. അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ത് ചെയ്യാൻ പറ്റും, അത് ശാസ്ത്രീയമായി പഠനം നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയും അത് കൃത്യമായിക്കൊണ്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വേണ്ടത്. തീർച്ചയായും ദിനേന 100 കണക്കിന് വിനോദസഞ്ചാരികളടക്കം യാത്ര ചെയ്യുന്ന ഒരു റോട്ടിലാണ് ഇന്നിപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതും ഒരാൾക്ക് ജീവൻ നഷ്ടമായതും. രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായതും പ്രതിരോധത്തിലായതും ഈ വന്യജീവി ആക്രമണത്തിൻ്റെ പേരിലായിരുന്നു. അന്ന് ആ വിഷയത്തിൽ രണ്ടാം പിണറായി സർക്കാരിന് ഒരു നിലപാടും നയവുമില്ല എന്ന് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ എന്ന് വിമർശിച്ച് മലയോര മേഖലയിലൂടെ യാത്ര നടത്തിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ. അധികാരത്തിൽ കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും ആദ്യത്തെ വന്യജീവി ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാരിൻ്റെ നയനിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പുതിയ സർക്കാരിൻ്റെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പുതിയ നയ നിലപാട് പുറത്തിറക്കുമെന്നാണ് നേരത്തെ വനമന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞത്.